നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണെന്നും അവർ എത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന എനർജി കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും മനസ്സിൽ ഉരുവിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ വേണ്ടി. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഒരു ബന്ധത്തിൽ വരേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് പറയാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അഫർമേഷൻസ് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരും. അഫർമേഷൻസ് എഴുതുക, പറയുക, മാക്സിമം പോസിറ്റീവ് മാത്രം ചിന്തിക്കുക, കൂടെ ഗ്രാറ്റിറ്റ്യൂഡും കൂടി കണക്റ്റ് ചെയ്ത് പറയണം. നിങ്ങളുടെ ബന്ധത്തിൽ വരേണ്ട മാറ്റത്തെ നിങ്ങൾ ഏത് രീതിയിലാണോ ആഗ്രഹിക്കുന്നത് അത് കറൻറ്റ്ലി നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ കറൻറ്റ് സമയത്തെ സിറ്റുവേഷൻസുകളെ എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതിൽ ബ്ലോക്കേജുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമായിട്ട് ഒരു ഗൈഡൻസ് ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും മറക്കരുത്. റൈറ്റ് ഹീലിംഗ് ചെയ്യണം. റൈറ്റ് ഹീലിംഗ് ചെയ്താൽ മാത്രമാണ് നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ വരികയുള്ളൂ. മറ്റൊരാളോട് നമ്മളുടെ ഉള്ളിൽ ഒരു വേദനയോ ഒരു ശത്രുതയോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കും തോറും നമ്മളിലേക്ക് വരാനിരിക്കുന്ന അബണ്ടൻസുകളെല്ലാം ബ്ലോക്കായി പോകും. അപ്പോൾ റൈറ്റ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായൊരു സിറ്റുവേഷൻസാണ്. അവർ നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളെ അവർ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ പൂർണ്ണത, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ എത്രത്തോളം ജെനുവിനായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നതായിട്ടും നിങ്ങളോട് അവർക്ക് പാസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു അതിര് കവിഞ്ഞ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു നോ കോണ്ടാക്റ്റിലുള്ള റിലേഷൻ ആവാം. പൂർണ്ണമായിട്ടും പ്രശ്നങ്ങളാൽ ട്രാജഡി, മറ്റുള്ളവരുടെ ഇടപെടൽ കാരണമോ മറ്റു വലിയ വലിയ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്ന എനർജി ആവാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നോ കോണ്ടാക്റ്റ് എനർജിയുടെ പ്രസൻസാണ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത്. കുറച്ചൊക്കെ ഈഗോയൊക്കെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. തെറ്റിദ്ധാരണകളുടെ എനർജി കണക്റ്റഡ് ആയതായിട്ട് കാണുന്നുണ്ട്. മറ്റു വ്യക്തികളുടെ പ്രസൻസ്, ഒരു പക്ഷേ മദർ എനർജിയുടെ സ്ട്രോങ് ആകുന്ന ഒരു ഇൻവോൾവ് ഈ ഒരു ബന്ധത്തെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ ഇടയിൽ വിള്ളലുകൾ വരുത്തിയ എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഒരു സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന ഒരു ലേഡിയുടെ പ്രസൻസ് നമ്മളുടെ ഈ ഒരു ബന്ധത്തിൽ ഭാഗമാക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൽ നോക്കുമ്പം ഒക്ടോബർ മാസത്തിൻ്റെ എനർജി, നവംബർ മാസത്തിൻ്റെ എനർജി, ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി, ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയുടെ ഒരു ഹാഫ് ഭാഗം കണക്റ്റഡായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഒരു ഏസ് ഓഫ് കപ്സ് എനർജിയിലാണ് ഇപ്പം കറൻറ്റ്ലി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു, അതായത് തിരിച്ചറിയുന്നു, തിരുത്തപ്പെടണമെന്ന് മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിയുടെ ആ ഒരു വാല്യൂ, നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഒരു വാല്യൂ അവർ പൂർണ്ണമായിട്ടും കറൻറ്റ്ലി മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കും അവർക്കും ഇടയിൽ നല്ല രീതിയിലുള്ള ഈഗോ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സൺ ഒരു സെൽഫിഷ് എനർജിയിൽ നിന്ന വ്യക്തിയാവാം.
മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റഡ് ആവാൻ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാവാം. മാത്രമല്ല ഈ ഒരു വ്യക്തിയുടെ ജീവിതയാത്രയിൽ വളരെ ശുദ്ധ മനസ്സാണെങ്കിലും പുറമെ വളരെ കർക്കശ സ്വഭാവമുള്ളൊരു പേഴ്സണായിട്ട് എനർജി കാണാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെയോ നേടിയെടുക്കുക എന്നുള്ള പേര്, പ്രശസ്തി, അതുപോലെ ഫിനാൻഷ്യൽ അബണ്ടൻസ്, അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങളെ കണക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസുകൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കരിയർ പരമായിട്ടൊക്കെ ആണെങ്കിലും ഒരു ഉയർന്ന പൊസിഷനിൽ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ഭൗതികകരമാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്ത ഒരു പാസ്റ്റ് എനർജി നിങ്ങളുടെ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സ്വേച്ഛാധിപതി എന്നൊക്കെ പറയാം. അവരുടെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ആഗ്രഹങ്ങൾ, ഇതിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ആ ഒരു ശരിക്കും ഒരു സെൽഫ് ലവ് പേഴ്സൺ എന്ന് തന്നെ പറയേണ്ടി വരും. ആ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റെന്തിനെ സ്നേഹിക്കത്തുള്ളൂ എന്നുള്ളൊരു ക്യാരക്ടർ കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. വല്ലാത്ത ഒരു ഏകാന്തത, ഒറ്റപ്പെടൽ, മാനസിക പിരിമുറുക്കം, മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വന്ന് നിൽക്കുന്നു. ശരിക്കും ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജിയിലേക്ക് നോക്കുമ്പം അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയെ കാണുന്നത്. അവരുടെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ അവരൊറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ വല്ലാതെ ഒരു ഏകാന്തത, അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ്, ഏകാന്തത എന്ന എനർജിയിൽ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻസൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക, ഒരു നിരാശയുടെ ഒരു വല്ലാത്ത ഒരു എനർജി കണക്റ്റ് ചെയ്താണ് നിൽക്കുന്നത് കേട്ടോ. മറ്റാരൊക്കെയോ ഈ വ്യക്തിയെ ഒരു പക്ഷേ ഒറ്റപ്പെടുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ചില എനർജികൾ ഇവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടാവും. അപ്പോൾ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഇവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അവർ വല്ലാതെ ആ ഒരു എനർജിയിലേക്ക്, അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ അങ്ങ് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചിന്തകളാണ് അവർക്ക് ഇപ്പം. നല്ലതും ചീത്തയുമാകുന്ന ഒരുപാട് തോട്ട്സിലൂടെ കടന്നു പോകുന്നതായിട്ടും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പം എല്ലാത്തിനോടും ഒരു മടുപ്പ്, ആ ഒരു പാസ്റ്റിലെ ഒരു ഉത്സാഹം, നേടിയെടുക്കണം, വിജയിക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻസോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇപ്പം അവരെ സംബന്ധിച്ച് അവർക്കുള്ള ഒരേ ഒരു പോസിറ്റിവിറ്റി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് തോന്നുന്ന ആ ഒരു പ്രണയം, ഒരു പക്ഷേ ആ ഒരു സ്നേഹം അവർക്കൊരു ഫ്രീഡം പോലെ തോന്നിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇവർ പാസ്റ്റിൽ ഒരു പക്ഷേ ഉൾവലിഞ്ഞ് നിന്ന വ്യക്തിയാവാം. ഇതൊരു ശരിയല്ല, കുറച്ചൊന്ന് മാറണം, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ് ഈ ഒരു റിലേഷൻ എന്നൊക്കെ, നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ ചിന്തിച്ച ഒരു സിറ്റുവേഷൻസും അങ്ങനെ ഈ ഒരു റിലേഷനിൽ ബ്ലോക്കേജ് വരുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവാം, അവരുടെ മുമ്പിൽ യാചിച്ചിട്ടുണ്ടാവാം. അവരെത്ര അവോയ്ഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ തന്നെ ഒരു ഹെൽത്തി റിലേഷനാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ്, ജസ്റ്റ് നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മാത്രം മതിയെന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ഈ ഒരു വ്യക്തിനെ എപ്പോഴും ഫോക്കസ് ചെയ്ത ഒരു എനർജി കാണാം. അവരുടെ ഒരു കുറവുകളും നിങ്ങൾ ഒരിക്കലും വലിയ പ്രാധാന്യമായിട്ട് കണ്ടിരുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ അവഗണിക്കുന്നത് പോലും, നിങ്ങളെ മാറ്റി നിർത്തുന്നത് പോലും ഒരു തെറ്റാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാത്ത വിധം അവരിലേക്ക് കണക്റ്റഡായി നിന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ അവരിപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകൾ, നിങ്ങളോട് കാണിച്ച ചില പ്രവൃത്തികൾ, നിങ്ങളിൽ നിന്നും അവർ സെപ്പറേഷൻ വരാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചു കൂട്ടിയ കുറേ തന്ത്രങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നു. അത് ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു തളർച്ചയാണ്, ഒരു വല്ലാത്ത ഒരു വിഷമത്തിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ബാലൻസിലേക്ക് വരണം, കാര്യങ്ങളെ ഒന്ന് ക്ലാരിറ്റി വരുത്തണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു റിലേഷനെ ഇനി കണക്റ്റ് ചെയ്ത് അതൊരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകണമെന്നും അവർ തീരുമാനിക്കുന്നുണ്ട്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയുടെ പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു ബ്ലോക്കേജിന് കാരണം മറ്റൊരു തേർഡ് സിറ്റുവേഷൻസ് ആയിരുന്നുവെങ്കിൽ ആ തേർഡ് സിറ്റുവേഷൻസിനെ ഉപേക്ഷിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ അതവിടെ ബാലൻസ് ചെയ്യേണ്ട സമയമായി
നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വേണം കാര്യങ്ങൾ ഇനി കണക്റ്റഡ് ആവാൻ. നിങ്ങൾക്കാണ് മുഖ്യ സ്ഥാനം, അല്ലെങ്കിൽ അതിനുള്ള അർഹത എന്നുള്ളതെല്ലാം ഇപ്പോൾ ഈ ഒരു എനർജിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്ക് വരാനായിട്ട് അവർ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർക്ക് വഴിമാറ്റി വിടാൻ, അല്ലെങ്കിൽ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരേത് സിറ്റുവേഷൻസിലാണെങ്കിലും അവിടെയെല്ലാം വിജയിച്ച് നിന്ന, മറ്റെല്ലാവരേക്കാളും ഒരുപടി ഉയരത്തിൽ നിന്ന വ്യക്തിയായിരുന്നു. ഒരു 4 പേര് കൂടുന്നിടത്തായാലും, അവർ ജോലി ചെയ്യുന്ന കരിയർ പാതയിലായാലും, അവരുടെ കുടുംബത്തിനകത്തായാലും, അവരെവിടെ ചെന്നാലും അവർക്കൊരു പ്രാധാന്യമുണ്ടായിരുന്നു. ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നു. അവരുടെ മുന്നിലേക്ക് നല്ലതും ചീത്തയുമാകുന്ന പല കാര്യങ്ങളും കണക്റ്റഡ് ആയിരുന്നപ്പം അവർക്ക് അവരിൽ തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് അവർ ഒരു വലിയ സംഭവമാണ് എന്ന് സ്വയം തോന്നിയ ചില സമയങ്ങൾ, നിമിഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിരുന്നു. അത് അവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടങ്ങൾ വരുത്തി. അതായത് കയ്യിൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോൾ അവർ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നു. വളരെയധികം ജെനുവിനോടുകൂടിയും കോൺഫിഡൻസോടു കൂടി അവർ ചിന്തിക്കുന്നു, തിരിച്ചു വരണം, വീണ്ടും പഴയതുപോലെ കാര്യങ്ങളെയെല്ലാം കറക്റ്റ് ചെയ്തെടുക്കണമെന്നവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും ഒരു ബാലൻസിലേക്ക് വരിക എന്നുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ശരിക്കും ചീറ്റിംഗ് ചെയ്തു എന്നുള്ളതും അത് അവർക്ക് ശരിക്കും അവർ മനസ്സിലാക്കുന്നു. അവർ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവർ ചെയ്തത് ചതിയായി പോയി എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പം അവരുടെ ഒരു ഇംബാലൻസിങ് എനർജി, അൺഹെൽത്തി സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിൽ നിന്നും ഹെൽത്തി എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിനകത്ത് 4 ഓഫ് സോഴ്സിൻ്റെ എനർജി റിവേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഡീപ്പായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് അവർ കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം ഒരു ഡൗൺ എനർജിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ഇനിയെല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ നിന്നും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതായത് എവിടെയാണോ ആ ഒരു ലോസ് സംഭവിച്ചത് അവിടെ ഒരു റീജോയിനിങ് എനർജി അവർ ആഗ്രഹിക്കുന്നു, അവരല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നു. പരിഹാരം കാണാൻ പറ്റും, പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്നും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു എനർജിയെ കൊണ്ടുപോകാൻ പറ്റുമെന്നും അവർ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ക്ഷമയുള്ള ഒരു പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ കേട്ട് കാര്യങ്ങൾക്ക് ഉചിതമായ ഒരു തീരുമാനം എടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതും അവർ തീർച്ചയായിട്ടും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് അറിയാം. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഒന്നും ചിന്തിക്കേണ്ട, ന്യൂ ബിഗിനിങ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ന്യൂ ബിഗിനിങ് നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച, അല്ലെങ്കിൽ ദൃഢനിശ്ചയം ഈ ഒരു പേഴ്സണിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതും അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അവർ ഒരു പ്രഷ്യസ് എനർജി ആയിട്ട്, അതായത് ക്ഷമിക്കുമെന്നുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയധികം ആരാധന തന്നെയാണ്. ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാല്യുബിളായ ഒരു എനർജിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നു. അവർക്ക് അതിനകത്തൊരു ടെൻഷനില്ല. റീയൂണിയനെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരിക എന്നതിനെക്കുറിച്ചും അവർക്കൊരു ടെൻഷനില്ല. ഇവിടെ ഒരു തടസ്സം എന്ന് പറയുന്നത് മറ്റെവിടേക്കോ ഇവർ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസുകളിൽ ഇവർ സ്റ്റക്കായി പോയതാണ് ഇവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇപ്പമുള്ള ഒരു ചെറിയ ബ്ലോക്കിംഗ് എനർജി ആയിട്ട് കാണുന്നത്. ഒരു ഇൻഡിസിഷൻ എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത്. അവർക്ക് നിങ്ങളിലേക്ക് വരണം, പഴയതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ആവണം, കാര്യങ്ങളെല്ലാം ക്ലാരിറ്റി വരുത്തണം. നിങ്ങളോട് മറന്നു കളയാൻ പറ്റാത്ത വളരെയധികം അൺകണ്ടീഷണലായ ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും
മറ്റൊരു ലേഡി പ്രസൻസ്, ഒരു പക്ഷേ ഒരു ഓൾഡ് ലേഡി ആവാം, ഒരു വിഡോ എനർജി ആവാം, അതല്ലെങ്കിൽ സിംഗിൾ എനർജിയിൽ നിൽക്കുന്ന വളരെയധികം സ്ട്രോങ് ആയിട്ട്, അതായത് ഭയമില്ലാതെ പ്രതികരിക്കുന്ന, അതായത് ചുറ്റുപാടും ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുന്ന ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയിൽ ഇവർ എന്തൊക്കെയോ രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അവർ ആക്ഷൻ എടുത്താൽ ലീഗൽ പ്രോബ്ലംസുകൾ നേരിടേണ്ടി വരും. അവരെന്തൊക്കെയോ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക, സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവരൊരു മറ്റൊരിടത്ത് ട്രാപ്പ് എനർജിയിലാണ് നിൽക്കുന്നത്. അവിടെ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഉള്ളിൽ അവർക്കൊരു എന്താ പറയുക, ഒരു ഭയത്തെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത്. അതായത് അവർക്കത് പുറത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ആ ഒരു നീരസം, ആ സിറ്റുവേഷൻസിനോടുള്ള നീരസം അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരിടത്ത് ഇപ്പം നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ദ ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ ഒരു തകർച്ച വന്നത് ഒരു പക്ഷേ മോശം സമയത്തിൻ്റേതാവാം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയുടെ, മറ്റുള്ളവർക്ക് നിങ്ങൾക്കും ഇടയിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ തോന്നിയ അസൂയയുടെ ഫലമായിട്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നതായിട്ട് അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് അവരത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല. വേണോ വേണ്ടയോ എന്നുള്ളൊരു തേങ്ങൽ, അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള ഒരു ചിന്ത കൂടി അവരുടെ ഉള്ളിലുണ്ട്. അവരൊരു എഫോർട്ട് എടുത്തില്ല എന്നത് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു ബന്ധത്തിൽ മറ്റൊരു സിറ്റുവേഷൻസ്, ഈ ഒരു റിലേഷനിൽ ഒരു തകർച്ച ഉണ്ടാവാനുള്ള കാരണം എന്നുകൂടി കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ശരിക്കും എന്താ പറയുക, ഫോക്കസ് എനർജിയിലേക്ക്, അതായത് അവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചത്, മറ്റുള്ളവർ ഇടപെട്ടത്, ഇതിനകത്ത് കൊടുക്കേണ്ടിയിരുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാതിരുന്നത്, ഇതെല്ലാം അവരിപ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചറിയുന്നു. ഇപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് എനർജിയിലേക്ക്, അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവിൻ്റെ ഒരു സിറ്റുവേഷൻസിലേക്ക്, തെറ്റുകൾ തിരുത്തണം, മുന്നോട്ടേക്ക് വരണം, ശരിക്കും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിരുന്നു. ഇനി ഒരവസരത്തിൽ സെക്കൻഡ് ചാൻസ് എനർജിയിൽ അവർ ആഗ്രഹിക്കുന്നു, സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. അതായത് ഒരു വെയിറ്റിംഗ് ചെയ്യുന്നു, കാത്തിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർ കറൻറ്റ്ലി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ എഫോർട്ട് എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റിംഗ് ചെയ്യുന്നു. നിങ്ങളെന്ന് പറയുന്നതാണ് അവർക്കൊരു ലോകമെന്ന് പറയുന്നത്. അവർക്ക് യഥാർത്ഥമായിട്ട് അവരുടെ ലൈഫിലൊരു സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും ഒക്കെ ലഭിച്ചിരുന്നത് നിങ്ങളോടൊപ്പമുള്ള എനർജിയിലായിരുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലിയാണ് കേട്ടോ. സിംഗിൾ എനർജിയിലുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ബന്ധം മാരേജിലേക്ക് തന്നെ വന്നു ചേരും. അല്ലാത്തവർക്ക് ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ എനർജിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് തമ്മിൽ നല്ല രീതിയിലുള്ളൊരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതൊരു എന്താ പറയുക, സോൾ കണക്ഷൻസ് ആണ്. പാസ്റ്റ് ലൈഫ് എനർജിയെ ബേസ് ചെയ്തുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ലൈഫിൽ കണക്റ്റഡ് ആവാനുള്ള ഒരു യോഗം കൂടി ഇനിയും നിങ്ങൾ റീകണക്റ്റഡ് ആവാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥതയോ മറ്റുള്ളവരുടെ ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ ചെറിയ പൊരുത്തക്കേടുകളെയൊക്കെ മാറ്റി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്തെടുക്കാമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളെ അവരുടെ ഏറ്റവും പൂർണ്ണമാകുന്ന അവരൊരു നല്ലൊരു ഗാർഡിയൻ എനർജിയിൽ, നിങ്ങൾ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള, പൂർണ്ണതയുള്ള, കെയറിങ് മൈൻഡുള്ള ഒരു എന്താ പറയുക ജെനുവിൻ പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. വിശ്വാസത്തോടു കൂടി ചേർത്ത് നിർത്താവുന്ന, മനസ്സുകൾ തമ്മിൽ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ഷെയറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും അവർക്കിടെ യഥാർത്ഥ പാർട്ട്ണർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏറ്റവും സംതൃപ്തമായിട്ട് അവരുടെ കുറവുകളെയും അവരുടെ കുറ്റങ്ങൾ എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്ത്, അതായത് അതിനെയെല്ലാം പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളതും, നിങ്ങളൊരു അബണ്ടൻസ് ആണ്. നിങ്ങളും അവരും കണക്റ്റഡ് ആകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ
ബന്ധങ്ങളെന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓപ്പർച്യൂണിറ്റീസുകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. ശരിക്കും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയിലാണ് ആ പഴയ ആ ഒരു സ്നേഹം, ഇമോഷൻസ്, ബന്ധങ്ങളാണ് ഈ ഒരു റിലേഷനിൽ മറ്റ് ചിലരുടെ ഗൈഡൻസ്, മറ്റ് ചിലരുടെ ഉപദേശങ്ങളാണ് നിങ്ങൾക്കിടയിൽ വിള്ളൽ വരുത്തിയതെന്നുള്ളതെല്ലാം അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചൊക്കെ അവരുടെ ഈഗോയും അവർക്ക് തോന്നിയ ചില ടോക്സിക് ഫീലിങ്സുകൾ, ഈ ഒരു ബന്ധം ടോക്സിക്കാണ്, ഒരു പക്ഷേ നിങ്ങളുടെ സമീപനം ടോക്സിക്കായിട്ടൊക്കെ അവരങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതെല്ലാം അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിരുന്നു കേട്ടോ, ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണെങ്കിലും ഈ ഒരു ബന്ധത്തെ രണ്ടായി പോകാതെ, നിങ്ങൾ തമ്മിൽ വിട്ടുപോകാതെ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതും അതിൽ നിങ്ങൾ നല്ല പോലെ എഫേർട്ട് എടുത്തിരുന്നെന്നുള്ളതും ഇപ്പോൾ കറൻറ്റ്ലി അവർ മനസ്സിലാക്കുന്നുണ്ട്. ടോട്ടലി ഇതിനകത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും ബേസ് ചെയ്തുള്ള അവരുടെ ഒരു ചിന്ത ഒക്കെ വിധിയായിരുന്നു, അല്ലെങ്കിൽ വിധിച്ചില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു യോഗം ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടായിരുന്നു എന്നങ്ങ് ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത്. എന്താണെങ്കിലും റീയൂണിയൻ പ്രസൻസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. റീയൂണിയൻ ഉണ്ട്, ഈ ഒരു ബന്ധം അവസാനിച്ചൊന്നും പോകുകയില്ല, ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം അവരെ നല്ലപോലെ പിടിച്ചു നിർത്തുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ.